Hi students, today we are going to discuss about number systems, conversion between number systems. Okay, number system already we studied binary number system, decimal number system, hexadecimal number system, octal number system. This is the conversion. Conversion എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനി നമ്പർ ഇൻ വൺ നമ്പർ സിസ്റ്റം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ എനി അതർ നമ്പർ സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നമ്പർ, ആ ഒരു നമ്പർ ബൈനറി നമ്പർ സിസ്റ്റത്തിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പോൾ ആ ഒരു നമ്പറിനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഹെക്സലിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഏതൊരു നമ്പർ സിസ്റ്റം ആയിക്കോട്ടെ, ആ നമ്പർ സിസ്റ്റത്തിലൊരു നമ്പറിനെ നമുക്ക് വേറെ ഏത് നമ്പർ സിസ്റ്റത്തിലേക്കും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ദ ഫസ്റ്റ് കൺവേർഷൻ വരുന്നത് കൺവേർട്ടിംഗ് ടു ഡെസിമൽ നമ്പർ സിസ്റ്റം. കൺവേർട്ടിംഗ് ടു ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ എന്ന് പറയുന്നത് നമ്മളെ 10 ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്ന, 10 സിമ്പിൾസ് യൂസ് ചെയ്യുന്ന സിസ്റ്റം അല്ലേ, 0 മുതൽ 9 വരെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ നമുക്ക് ഒരു ബൈനറി നമ്പർ കിട്ടുമെന്ന് വിചാരിക്കുക. ആ ബൈനറി നമ്പറിനെ നമുക്ക് ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഒരു ഹെക്സാ ഡെസിമൽ നമ്പർ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഹെക്സാ ഡെസിമലിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഒക്ടൽ നമ്പർ ഉണ്ട് എന്ന് വിചാരിക്കുക, അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കണം. അതെങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ 3 സ്റ്റെപ്സ് ഉണ്ട്. അതിന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ദ ഫോളോയിങ് 3 സ്റ്റെപ്സ് ആർ യൂസ്ഡ്. അപ്പോൾ എന്താണ് സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിൻ ദ പൊസിഷണൽ വാല്യൂ ഓഫ് ഈച്ച് ഡിജിറ്റ്. ഇപ്പം പൊസിഷണൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ പൊസിഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷണൽ വാല്യൂ ഇപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് 2⁻0, 2⁻1 ലെഫ്റ്റ് സൈഡിൽ, ബൈനറി പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ പൊസിഷൻ എന്താ വരിക? 2⁻0, 2⁻1, 2⁻2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ പൊസിഷൻ കൗണ്ട് ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട് അല്ലേ. റൈറ്റ് സൈഡിലാകുമ്പോൾ 2⁻−1. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ പൊസിഷണൽ വാല്യൂ ഓഫ് ഈച്ച് ഡിജിറ്റ് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ദ ഒബ്റ്റെയിൻ പൊസിഷണൽ വാല്യൂസ് ബൈ ദ ഡിജിറ്റ് ഇൻ ദ കറസ്പോണ്ടിങ് പൊസിഷൻ. അപ്പോൾ ആ ഒരു പൊസിഷണൽ വാല്യൂവും പിന്നെ ആ സ്ഥലത്തുള്ള ഡിജിറ്റും, ഒരു ഡിജിറ്റിനാണല്ലോ പൊസിഷണൽ വാല്യൂ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഡിജിറ്റ് ഇറ്റ്സെൽഫ്, ഡിജിറ്റും പിന്നെ അതിൻ്റെ പൊസിഷനും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4, 5, ഈ 4, 5 എന്ന് പറയുന്നത് ഒക്ടലിലാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഒക്ടലിലാണെന്ന് വിചാരിക്കുക, 4, 5 ടു ദ ബേസ് ഒക്ടൽ. അപ്പം ഇതിനെ നമുക്ക് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 5ൻ്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് 8 എന്താണ്? 8 എന്താണ്? ഒക്ടലാണ്. 8⁻0 ആണ്. 4ൻ്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 4ൻ്റെ പൊസിഷണൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 8⁻1 ആണ് അല്ലേ. അപ്പോൾ 5ൻ്റെ എന്താണ്? 8⁻0 ആണ്. 4ൻ്റെ എന്താ വരുന്നത്? 8⁻1 ആണ്. ദാറ്റ് ഈസ് ദ പൊസിഷണൽ വാല്യൂ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? മൾട്ടിപ്ലൈ ദ ഒബ്റ്റെയിൻ പൊസിഷണൽ വാല്യൂസ്. കാരണം 80 കിട്ടിയിട്ടുണ്ട്, 8⁻1 പൊസിഷനിൽ കിട്ടിയിട്ടുണ്ട്, ബൈ ദ ഡിജിറ്റ് ഇൻ ദ കറസ്പോണ്ടിങ് പൊസിഷൻ. അപ്പോൾ 80 എന്ന് പറയുന്ന പൊസിഷണൽ വാല്യൂൻ്റെ അടുത്തുള്ള ഡിജിറ്റ് എന്താണ്? 5 ആണ്. സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 8⁻0 പിന്നെ 4 × 8⁻1 അത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? തേർഡ് സ്റ്റെപ്പിൽ സം ദ പ്രൊഡക്ട്സ് കാൽക്കുലേറ്റഡ് ഇൻ സ്റ്റെപ്പ് 2. അപ്പോൾ സ്റ്റെപ്പ് 2ൽ നമുക്ക് കിട്ടുന്ന ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ട്, കുറേ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ, ഡിജിറ്റും അതിൻ്റെ പൊസിഷണൽ വാല്യൂ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്രൊഡക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുക? സം ചെയ്യുക. ഓക്കെ, അപ്പോൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ഇതിൻ്റെ ഡെസിമൽ കിട്ടും, ഇക്വലൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ എഴുതുക? 4 × 8⁻1 + 5 × 8⁻0
ഈക്വൽ ടു അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡെസിമലിന് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് 3 സ്റ്റെപ്സ്. നെക്സ്റ്റ് നമുക്ക് കുറേ വർക്കൗട്ട് ചെയ്യാനുണ്ട് പ്രോബ്ലംസ്. ഡിറ്റർമിൻ ദ ഡെസിമൽ ഇക്വിവാലന്റ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറേ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ബൈനറി നമ്പറാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ബൈനറി നമ്പറാണ് 1101 101 ബൈനറി പോയിന്റ് 1011 ടു ദ ബേസ് 2. ബേസ് 2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും എഴുതും. ബേസ് നമ്മൾ എഴുതുക, ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ താഴെയായിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ബേസ് എഴുതും. അപ്പോൾ ഇത് ബേസ് 2 ആണ്, ബൈനറിയാണ്. അപ്പോൾ ഈ ബൈനറിനെ നമുക്ക് ഡെസിമലിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നമ്മുടെ എന്താണ് ബൈനറി നമ്പർ, ഇതൊക്കെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ 2 പൊസിഷനിൽ എഴുതി വെച്ചതാണ്. 2^0, 2^1, 2^2, 2^3, 2^4, 2^5, 2^6 എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. 2^-1, 2^-2, 2^-3, 2^-4. അതിന് 2^6 എന്ന് പറയുന്നത് എന്താണ്, 64 ആണ്. 2^5 എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നേരെ ഞാൻ എന്ത് ചെയ്ത്, ഈ ബൈനറി നമ്പറും എഴുതി. എളുപ്പത്തിൽ അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും 2^6 വരെ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ ഒരു നമ്പർ കിട്ടിയ ശേഷം കൗണ്ട് ചെയ്ത് നോക്കും അവിടുന്ന്. ദിസ് ഈസ് 2^0, ദിസ് ഈസ് 2^1, ദിസ് ഈസ് 2^2, ദിസ് ഈസ് 2^3, ദിസ് ഈസ് 2^4, 2^5 ആൻഡ് 2^6. അതുകൊണ്ടാണ് 2^6. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ 2^-1, 2^-2, 2^-3, 2^-4. അപ്പോൾ -4. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എഴുതി. ദെൻ ആഫ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഓരോ പൊസിഷനിലും 2^6 എന്ന് പറയുന്ന പൊസിഷൻ്റെ അകത്ത് 1 എന്ന് പറയുന്ന ഡിജിറ്റ് ആണുള്ളത്. 2^5 എന്ന് പറയുന്ന പൊസിഷനിൽ 1 എന്ന് പറയുന്ന ഡിജിറ്റ് ആണ് എഴുതുന്നത്. ഓക്കെ, അങ്ങനെ ആ ഡിജിറ്റ് എഴുതി വെച്ചു. പിന്നെ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 × 64 എന്ന് എഴുതാം. 1 × 2^6 എന്ന് പറയുന്നതിനേക്കാൾ നമുക്കിത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1 × 64 പ്ലസ് 1 × 32 പ്ലസ് 0 × 16 പ്ലസ് 1 × 8 പ്ലസ് 1 × 4 പ്ലസ് 0 × 2 പ്ലസ് 1 × 1 പ്ലസ് 1 × 0.5 പ്ലസ് 0 × 2 0.25 പ്ലസ് 1 × 0.125 പ്ലസ് 1 × 0.0625. അപ്പോൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക, നമ്മൾ ആഡ് ചെയ്തു, മൾട്ടിപ്പിൾ ചെയ്തു, ദെൻ നെക്സ്റ്റ് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇതൊക്കെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്പർ എന്താണ്, 109 പോയിന്റ്, ഡെസിമൽ പോയിന്റ് ആണ് അതല്ലേ, 6875. അപ്പോൾ ഈ ഒരു ബൈനറി നമ്പർ, ഇത് ലാസ്റ്റ് നമ്മളിങ്ങനെ എഴുതണം. ഈ ഒരു ബൈനറി നമ്പറിനാണ് നമുക്ക് ഡെസിമലിലേക്ക് പറഞ്ഞത്. അപ്പോൾ ഈക്വൽ ടു എന്താണ്, ഡെസിമലിൽ ഇതാണ്, ഈ ഒരു നമ്പറിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ അതുപോലെ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാംസും ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ നോട്ട്ബുക്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കുക. ഇവിടെ എന്തോ ഒരു ചെറിയൊരു മാറ്റം ഉണ്ട്. ഓക്കെ, 25 എന്നതാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചിട്ട് ചോദിക്കാം. ഓക്കെ, 2b ഇതിപ്പോൾ നോക്കാം നമുക്ക്. 2b ഡെസിമൽ പോയിന്റ് C4 ടു ദ ബേസ് 16 അല്ലെ. അപ്പോൾ ഹെക്സൽ പോയിന്റ്, ഡെസിമൽ പോയിന്റ് അല്ല, ഹെക്സൽ പോയിന്റ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എവിടത്തേക്ക് കൺവേർട്ട് ചെയ്യണം, നമ്മുടെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഹെക്സൽ ആയതുകൊണ്ട് ഈ ബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, 16^0 ആണ്. പിന്നെ 2ന്റെ പൊസിഷൻ എന്താണ്, 16^1 ആണ്. സിയുടെ പൊസിഷൻ എന്താണ്, 16^-1. 4ന്റെ പൊസിഷൻ എന്താണ്, 16^-2 ആണ്. അപ്പോൾ നമുക്ക് അതൊക്കെ എഴുതി നമ്മൾ. എന്നിട്ട് അതിൻ്റെ 16^1. ഓക്കെ, അപ്പോൾ 16^1ൻ്റെ അടുത്ത് വരുന്ന നമ്പർ ഏതാണ്, 2 ആണ്. 16^0ൻ്റെ അടുത്ത് വരുന്ന ഡിജിറ്റ് എന്താണ്, നമ്മുടെ ലെറ്റർ ബി ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സോ ഡിജിറ്റോ എന്താണോ അത് എഴുതി നമ്മൾ.
Then after നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യാണ് 2 into 16 raised to 1 plus b into 16 raised to 0 plus c into. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ അതിൻ്റെ പൊസിഷനും പിന്നെ നമ്മുടെ ഹെക്സാഡെസിമൽ നമ്പറും അല്ലേ, അതവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 43.765652 എന്നാണ്. ഓക്കെ, അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 25 എന്നായിരിക്കും, 52 സ്ഥലത്ത് 25 എന്നായിരിക്കും കിട്ടുക. ഇത് ടെക്സ്റ്റ് ബുക്കിലൊരു പ്രോഗ്രാമാണ്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമ്മളിങ്ങനെ എഴുതണം. ഓക്കെ, ഇതിൻ്റെ നമുക്ക് തന്നിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള നമ്പർ ഇൻ ബൈനറി. അപ്പോൾ എല്ലാ പ്രോഗ്രാമും സ്വന്തം ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ആൻസർ തന്നെയല്ലേ കിട്ടുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്രോഗ്രാമാണ് ഇതൊക്കെ കൺവേർഷൻ തന്നെയാണ്, പൊസിഷണൽ വാല്യൂ ഡിജിറ്റും. നെക്സ്റ്റ് വേറൊരു കാറ്റഗറി വരുന്നതെന്ന് വെച്ചാൽ കൺവേർട്ടിങ് ഫ്രം ബേസ് 10 ടു എ ന്യൂ ബേസ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു ബേസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡെസിമൽ നമ്പറാണ് അല്ലേ. ബേസ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെസിമൽ നമ്പറാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന നമ്പറാണ് ഡെസിമൽ നമ്പർ. അപ്പോൾ ആ ഡെസിമൽ നമ്പറിനെ നമുക്ക് പുതിയ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ഓൾറെഡി കണ്ട എന്താണ്, ഏതൊരു നമ്പർ തന്നു കഴിഞ്ഞാലും നമുക്കതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചത് അല്ലേ. ഇനി എന്താ ചെയ്യുന്നത്, നമുക്കൊരു ഡെസിമൽ നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആ ഡെസിമൽ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം, ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. പിന്നെ ആ ഡെസിമൽ നമ്പറിനെ ഹെക്സാഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആ ഡെസിമൽ നമ്പർ നമുക്ക് ഒക്ടലിലേക്കൊക്കെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനും ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ യൂസ്ഡ്. അപ്പോൾ ഫോളോയിങ് സ്റ്റെപ്സ് ആർ അതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഡെസിമൽ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. Divide the decimal number to be converted by the value of the new base. അപ്പോൾ ബൈനറിയിലേക്കാണോ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ ഡെസിമൽ നമ്പറിന് ബൈനറിയുടെ ബേസ് എന്താണ്, 2 ആണ്. അപ്പോൾ 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ഡെസിമൽ നമ്പറിനെ ചിലപ്പോൾ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലോ ന്യൂ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒക്ടലിൻ്റെ ബേസ് ആണ് 8 ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഡെസിമൽ നമ്പറിനെ ഫസ്റ്റ് നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഹെക്സാഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിലോ ഹെക്സാഡെസിമലിൻ്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ നമ്മുടെ ഡെസിമൽ നമ്പറിനെ 16 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത ശേഷം നമുക്ക് ഓരോ പ്രാവശ്യം റിമൈൻഡർ കിട്ടും, നമ്മുടെ സിസ്റ്റം അല്ലേ. റിമൈൻഡർ കിട്ടുമ്പോൾ ആ റിമൈൻഡർ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. റെക്കോർഡ് ദ റിമൈൻഡർ ഫ്രം സ്റ്റെപ്പ് 1. അപ്പോൾ ഡിവിഷൻ ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന റിമൈൻഡറിനെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. ആ റിമൈൻഡർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുതുതായിട്ട് കൺവേർട്ട് ചെയ്യല്ലോ, ഏതിപ്പോൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഹെക്സാഡെസിമലിലേക്കോ ഒക്ടലിലേക്കോ ഒക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ പുതിയ ന്യൂ ബേസ് നമ്പറിൻ്റെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ആയിട്ടാണ് നമ്മൾ ആ റിമൈൻഡറിനെ എടുക്കുക. ഓരോ പ്രാവശ്യം കിട്ടുന്ന ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഡിവിഷൻ അത് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ റിമൈൻഡർ ആണ്. റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് LSD ആണ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഓക്കെ, ഇനി തേർഡ് വൺ പറയുന്നത് ഡിവൈഡ് ദ കോഷ്യന്റ് ഓഫ് ദ പ്രീവിയസ് ഡിവൈഡഡ് ബൈ ദ ന്യൂ ബേസ്. അപ്പം നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡറിനെ നമ്മൾ സൂക്ഷിച്ചു വെച്ചു. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്ന കോഷ്യന്റിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിവിഷൻ നടത്തണം. ന്യൂ ബേസ് കൊണ്ട് നമ്മൾ പിന്നെ ഡിവിഷൻ നടത്തണം. എന്നിട്ട് റെക്കോർഡ് ദ റിമൈൻഡർ ഫ്രം സ്റ്റെപ്പ് 3 ആസ് ദ നെക്സ്റ്റ് ഡിജിറ്റ് ഓഫ് ദ ന്യൂ ബേസ് നമ്പർ. അതെന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. റിമൈൻഡർ സ്റ്റെപ്പ് 3ലുള്ള കിട്ടിയിട്ടുള്ള റിമൈൻഡർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യുക, റിമൈൻഡർ ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. കോഷ്യന്റ് കിട്ടിയിട്ടുണ്ട്, അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ടു ദ ന്യൂ ബേസ്. അങ്ങനെ ലാസ്റ്റ് റിമൈൻഡർ, നമുക്ക് അവസാനം കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് MSD, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ. കൺവേർട്ട് ദ ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ് ഇൻ ടു ന്യൂ ബേസ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡെസിമൽ നമ്പേഴ്സിനൊക്കെ 42നെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം, 952നെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബേസിനെ നമ്മളെ ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് ന്യൂ ബേസിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം.
അപ്പോൾ ഫസ്റ്റ് വൺ 42 ടു ദ ബേസ് 10. അപ്പോൾ ഡെസിമൽ നമ്പറാണ് 42. അപ്പോൾ 42നെ നമ്മൾ ഇവിടെ 42, ഓക്കെ, ഫസ്റ്റ് 42നെ നമ്മൾ ന്യൂ ബേസ് എന്താണ് 2 ആണ്, ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ അതിൻ്റെ ബൈനറിൻ്റെ ബേസ് 2 ആണ്. 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4ൽ 2, അത് നമ്മൾ നോക്കുക, 4ൽ 2 എത്രയാണ്, 2 ടൈംസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 2 എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, 2 × 2 4 ആണ്. ഇനി ഇവിടെയുള്ള 2ൽ 2 എത്ര പ്രാവശ്യമുണ്ട്, ഒരു പ്രാവശ്യം അല്ലേ. അപ്പോൾ 1 × 2 = 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 21 × 2 എന്ന് പറയുന്നത് 42 ആണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആണ്. റിമൈൻഡർ എന്താണ്, 0 ആണ്. അപ്പോൾ ആ റിമൈൻഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള റിമൈൻഡർ LSD ആയിരിക്കും, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്. ഓക്കെ, ഇനി 21നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ 2ൽ 2 1 ടൈംസ്. അപ്പോൾ 1 × 2 2. ഇനി 1ൽ 2 ഉണ്ടോ, ഇല്ല, 0 ടൈംസ് ആണ് അല്ലേ. അപ്പോൾ 0 × 2 0 ടൈംസ് 0 ആണ്. അപ്പോൾ 20 ആണ് വരിക. 10 × 2 10 × 2 എന്ന് പറയുന്നത് എന്താണ്, 10 × 2 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ അവിടെ റിമൈൻഡർ വന്നിട്ടുണ്ട് അല്ലേ. 10 × 2 10 × 2 എന്ന് പറയുന്നത് എന്താണ്, 20 ആണ്. സോ അവിടെ ഒരു റിമൈൻഡർ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആ റിമൈൻഡറിനെ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്ന 10 ആണ്. 10നെ വീണ്ടും എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 5 കിട്ടും നമുക്ക് അല്ലേ. 5 × 2 10 ആണ്. അവിടെ റിമൈൻഡർ ഇല്ല, 0 ആണ്. അപ്പോൾ ആ 0നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. റിമൈൻഡർ ഇല്ലെങ്കിലും ആ 0 നമ്മൾ എടുത്ത് എഴുതണം. ഓക്കെ, പിന്നെ 5നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 × 2 എന്ന് പറയുന്നത് എന്താണ്, 4 ആണ് അല്ലേ. അപ്പോൾ ഒരു 4 നമ്മളിപ്പോൾ 2 × 2 4 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്ന് റിമൈൻഡർ ഉണ്ട് അല്ലേ, 1. അപ്പോൾ ആ 1നെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചു. പിന്നെ അഗെയിൻ 2നെ നമ്മൾ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. സോ 2ൽ 2 1 ടൈംസ്. 1 × 2 = 2 ആണ്. സോ നമുക്ക് അവിടെ റിമൈൻഡർ ഇല്ല. അപ്പോൾ എന്താണ്, അവിടെ നമ്മൾ 0 റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1ൽ 2 0 ടൈംസ് ആണ്. 0 × 2 0 × 2 എന്ന് പറയുന്നത് 0 ആണല്ലോ, 0 ആണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്, 1 ഉണ്ട്. ആ 1നെ വീണ്ടും ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടെ 0 കിട്ടുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഷൻ പ്രോസസ്സ് നടന്നുകൊടുക്കുക. ലാസ്റ്റ് റിമൈൻഡർ, ഏറ്റവും ലാസ്റ്റുള്ള റിമൈൻഡർ 0 കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ 1 ലാസ്റ്റ് വരുന്ന 1 എന്ന് പറയുന്ന റിമൈൻഡറിന് എടുത്ത് എഴുതാൻ മറന്നു പോകരുത്. ഇതാണ് MSD, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എഴുതുക നമ്പർ ഇക്വാലൻ്റ് 42 ടു ദ ബേസ് 10. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ എഴുതണമെങ്കിൽ നമ്മൾ ഈ ഒരു മാർക്കാണ്, ഈ ഒരു പൊസിഷനാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ MSD ആൻഡ് ദിസ് ഇസ് ദ LSD. അതെങ്ങനെ എഴുതിയിട്ടുള്ളത്, ഈ MSD ആണ് ഇവിടെ വന്നിട്ടുള്ളത്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. LSD എന്ന് പറയുന്നത് എന്താണ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെ എടുത്തെഴുതാൻ നമ്മൾ 1 0 1 0 1 0. അപ്പോൾ 42 ടു ദ ബേസ് 10, ഡെസിമൽ നമ്പറിൽ 42 എന്ന് പറയുന്നത് നമ്മുടെ ബൈനറിയിൽ എന്താണ്, 101010 ടു ദ ബേസ് 2. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒക്ടലിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, 8നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഒക്ടലാവുമ്പോൾ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ ഒന്നും ഇല്ലെങ്കിൽ 0 എന്ന് കൊടുക്കും, അത് LSD ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും 8 കൊണ്ട് ലാസ്റ്റ് നമുക്ക് 0 കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഡിവിഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. 0 × 8 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 1 റിമൈൻഡർ, ദാറ്റ് ഇസ് ദ 1. ആ 1 എടുത്ത് എഴുതാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ആ 1 എടുത്ത് എഴുതിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു, ജസ്റ്റ് ഡിവിഷനാണ്. ഓക്കെ, അപ്പോൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്ത് കിട്ടുന്ന ആൻസർ ആണോ എന്ന് ലാസ്റ്റ് നോക്കുക. നോട്ട്ബുക്കിൽ എല്ലാ പ്രോഗ്രാമും എഴുതിയിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ, താങ്ക് യു. Today we are going to study about converting fractions from base 10 to new base. That means fractions എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ,
ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസിമൽ, ഇപ്പം ഡെസിമൽ നമ്പറിൻ്റെ കേസിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന ഭാഗത്തിനാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ബൈനറി നമ്പേഴ്സിൻ്റെ കേസിൽ ബൈനറി പോയിന്റ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ വരുന്നതിനാണ് ബൈനറി നമ്പറിൻ്റെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫ്രാക്ഷൻസ് വരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും പഠിച്ചിട്ടില്ല, നമുക്ക് പുതുതായിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫ്രാക്ഷൻസിന് ബേസ് 10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെസിമൽ. അപ്പോൾ ഡെസിമലിൽ തരുന്ന ഒരു നമ്പർ, ഡെസിമൽ നമ്പർ തരും, അതിന് ഫ്രാക്ഷനും കൂടെ ഉണ്ടാവും. ഓക്കെ, അതിനെ നമുക്ക് ന്യൂ ബേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ന്യൂ ബേസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹെക്സാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനി നമ്പർ സിസ്റ്റത്തിലേക്കും നമുക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെസിമലിൻ്റെ അകത്ത് ഫ്രാക്ഷൻ ഉള്ള ഒരു ഡെസിമൽ നമ്പറിനെ നമുക്ക് മറ്റുള്ള നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, this method is based on multiplying a fraction in a base 10 by a new base, and the integer part of the product is the most significant digit of the new base. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് കൺവേർഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കൺവേർഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രാക്ഷൻ ഉണ്ടാവുമല്ലോ, ഡെസിമൽ നമ്പറിൻ്റെ അകത്തുള്ള ഫ്രാക്ഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, in a fraction based to a base number by a base. കാരണം ഇപ്പോൾ നമുക്കൊരു ഡെസിമൽ നമ്പർ തന്നു, അതിനകത്ത് ഫ്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഫ്രാക്ഷനെ നമ്മൾ ന്യൂ ബേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ബൈനറിയുടെ ബേസ് ആണിത്, അല്ലെങ്കിൽ റെഡിക്സ് ആണിത് 2. അപ്പോൾ 2 കൊണ്ട് ആ ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ 2 കൊണ്ട് ആ ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻറ്റിജർ പാർട്ടും കിട്ടും, പിന്നെ അതിന് വീണ്ടും ചിലപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് കിട്ടും. അപ്പോൾ ആ ഈ ഒരു ഇൻറ്റിജർ പാർട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ആദ്യം കിട്ടുന്ന ഇൻറ്റിജർ പാർട്ടിനെയാണ് MSD എന്ന് പറയുന്നത്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഓക്കെ, the fractional part of the product may be multiplied again by the new base to obtain the next significant digit. അപ്പോൾ നമുക്കൊരു ഡെസിമൽ നമ്പർ കിട്ടിയിട്ടുണ്ട്, അതിന് ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ട്, അതിനെ നമ്മൾ ബൈനറിയിലേക്ക് അല്ലെങ്കിൽ ഒക്ടലിലേക്ക് ഏത് നമ്പർ സിസ്റ്റത്തിൽ വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഏത് നമ്പർ സിസ്റ്റത്തിലാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഇൻറ്റിജർ പാർട്ടും പിന്നെ ഒരു ഫ്രാക്ഷണൽ പാർട്ടും ലഭിക്കും. നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ആ ഇൻറ്റിജർ പാർട്ട് ഉണ്ടല്ലോ, അതിനെ MSD ആയിട്ടാണ് എടുക്കുക, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പിന്നെ എഗെയിൻ ആ ഫസ്റ്റ് പ്രൊസീജിയർ കിട്ടിയിട്ടുള്ള ഫ്രാക്ഷനെ വീണ്ടും എന്ത് ചെയ്യുക? ബേസ് കൊണ്ട്, ന്യൂ ബേസ് കൊണ്ട്, ഏതിലാണോ നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത് ആ ബേസ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. എഗെയിൻ യു വിൽ ഗെറ്റ് an integer part with a fraction. ഓക്കെ, ആ ഇൻറ്റിജർ പാർട്ട് നെക്സ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് വീണ്ടും ആ ബാക്കി വന്നിട്ടുള്ള ആ ഫ്രാക്ഷനെ കൊണ്ട് വീണ്ടും ന്യൂ ബേസ് കൊണ്ട് മൾട്ടിപ്ലൈ. ഈ ഒരു പ്രോസസ്സ് എന്തെയും കണ്ടിന്യൂ ചെയ്യും. ദിസ് പ്രൊസീജിയർ കണ്ടിന്യൂഡ് ടിൽ ദ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് 0. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എവിടം വരെ കണ്ടിന്യൂ ചെയ്യുമെന്ന് വെച്ചാൽ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദ പ്രൊഡക്റ്റ്, ഫ്രാക്ഷണൽ പാർട്ട് 0 ആകുന്നത് വരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും എന്നാണ്. പക്ഷെ ഒരു 3, 4, 5 സ്ഥാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, പ്ലേസസ് കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുക. എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. The first example, 12.625 to the base 10. That means this is the decimal number. ആ ഡെസിമൽ നമ്പറിനെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 12 എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റിജർ പാർട്ടാണ്. ഇൻറ്റിജർ പാർട്ടിനെ കൺവേർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ 12 നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുന്നു. ദിസ് ഈസ് ദ ഇൻറ്റിജർ പാർട്ട് ആൻഡ് 0.625 എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷണൽ പാർട്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും നമ്മൾ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ എക്സാമ്പിൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ പുതുതായിട്ടാണ് ഇത് ഫ്രാക്ഷണൽ പാർട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇൻറ്റിജർ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സെയിം പ്രൊസീജിയറാണ് ഇൻറ്റിജർ പാർട്ടിനെ കൺവേർട്ട് ചെയ്യുന്നത്. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 ടൈംസ് ഉണ്ട്. 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ അവിടെ റിമൈൻഡർ ആയിട്ട് 0 ആണ്. ദാറ്റ് ഈസ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്. പിന്നെ 6നെ അഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 6 ആണ്. അവിടെ റിമൈൻഡർ ആയിട്ടൊന്നുമില്ല, 0. then again 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ടൈംസ് ഉണ്ട് അല്ലേ? 1 × 2 2 ആണ്. 1 റിമൈൻഡർ ആണ്.
അഗെയിൻ ഈ 1 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 0 ആണ്. 0 into 2 എന്ന് പറയുന്നത് 0 ആണ്. ബട്ട് 1 is there, that is the remainder. അത് ഇവിടെ എടുത്ത് എഴുതുന്നു. ഓക്കെ, ദിസ് ഈസ് ദ MSD, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് എടുത്ത് എഴുതുമ്പം എന്താണ് താഴെ നിന്ന് മുകളിലോട്ടാണ് നമ്മൾ എഴുതുന്നത്. അതാണ് ഞാൻ ഈ ഏറോ മാർക്ക്. നമ്മളിത് എന്താണ് 12 എന്ന് പറയുന്നത് 1 1 0 0 ടു ദ ബേസ് 2 ബൈനറിക്ക് തുല്യമാണ് അല്ലേ. ഇനി നമുക്ക് ഫ്രാക്ഷണൽ പാർട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫ്രാക്ഷണൽ പാർട്ട് വരുന്നതാണ് 0.625 അല്ലേ. നമ്മുടെ 12.625 എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട് എന്താണ്? 0. നമ്മൾ ഇൻറ്റീജർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഫ്രാക്ഷണൽ 0.625 ആണ്. അപ്പോൾ ആ 0.625നെ ഏത് ബേസിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്? ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ ബൈനറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്താണ്? 1.25 ആണ്. അപ്പോൾ അതിനും ഒരു ഇൻറ്റിജർ പാർട്ടും ലഭിച്ചു, പിന്നെ എന്തും കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഇൻറ്റിജർ പാർട്ട് നമ്മൾ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇൻറ്റിജർ പാർട്ട് 1, അത് MSD ആണ്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്. ഇനി അഗെയിൻ ഇവിടെ വരുന്ന ഫ്രാക്ഷൻ ഏതാണ്? 0.25 ആണ് അല്ലേ. അപ്പോൾ ആ 0.25നെ നമ്മൾ അഗെയിൻ എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക 0.5 എന്നാണ്. അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 0 എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് 0.5 ആണ്. അഗെയിൻ 0.5നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1.0 എന്ന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇൻറ്റിജർ പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. അത് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഫ്രാക്ഷണൽ പാർട്ട് ഇവിടെ 0 ആയി. ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് 0 ആയി കഴിഞ്ഞാൽ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് 0 തന്നെയാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ലാസ്റ്റ് കിട്ടിയിട്ടുള്ള 1 ആണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ എഴുതുക? മുകളിൽ നിന്ന് താഴോട്ട്. അതാണ് ഞാനിവിടെ ഏരോ മാർക്ക് കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് ഏരോ മാർക്ക് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്. എന്താണ് ഇത്? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്, ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ്. അപ്പോൾ അവിടെ എഴുതിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 12.625 to the base 10 equal to 1100 ബൈനറി പോയിന്റ് 101. 101 എന്ന് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ടായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. 101. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ഓൾറെഡി 12നെ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 12നെ ചെയ്തിട്ട് 1100 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് താഴെ നമ്മൾ ഇത് ലാസ്റ്റ് എന്തായാലും എടുത്ത് എഴുതണം. കാരണം 12.625 ടു ദ ബേസ് 10 ഡെസിമലിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയതാണ് നമ്പറാണ് ബൈനറിയിലേക്ക് 1100 ബൈനറി പോയിന്റ് 101. ഓക്കെ, അപ്പോൾ അതിന് 2 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഇതിന് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് പിന്നീട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു 2 ചെയ്ത് നോക്കുക. ഓക്കെ, ഡെസിമൽ ഫ്രാക്ഷൻ വിത്ത് ഫ്രാക്ഷൻ വരുന്നതിന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും ഡെസിമൽ നമ്പർ വിത്ത് ഫ്രാക്ഷന് 16 ബട്ട് ദാറ്റ് മീൻസ് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും അത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കൺവേർട്ടിംഗ് ഫ്രം എ ബേസ് അതർ ദാൻ 10 ടു എ ബേസ് അതർ ദാൻ 10. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ള എന്താണ്? നമ്മൾ ഒരു ഡെസിമൽ നമ്പർ വിത്ത് ഫ്രാക്ഷനെയാണ് മറ്റുള്ള നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റുന്നത്. ഇതെന്താണ് ഇനി പഠിക്കാൻ പോകുന്നത്? ഡെസിമൽ അല്ലാത്ത ബേസ് അതർ ദാൻ 10, ഡെസിമൽ അല്ലാത്ത നമ്പർ സിസ്റ്റം, ബൈനറി ആകാം, ഹെക്സാഡെസിമൽ ആകാം, ഒക്ടൽ ആകാം, എനി നമ്പർ സിസ്റ്റം. ഓക്കെ, അതിനെ നമ്മൾ വേറെ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഡെസിമൽ തന്നെ ആവണമെന്നില്ല, വേറെ ഏതെങ്കിലും നമ്പർ സിസ്റ്റത്തിലേക്ക്. പറഞ്ഞു മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒക്ടൽ നമ്പർ സിസ്റ്റം കിട്ടിയിട്ടിരുന്നു നിങ്ങൾക്ക്. ആ ഒരു ഒക്ടൽ നമ്പറിനെ നിങ്ങളോട് പറയുന്നത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അവിടെ ഒക്ടൽ എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലല്ലോ. അപ്പോൾ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാലും, അല്ലെങ്കിൽ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാലും, അല്ലെങ്കിൽ ഒരു ബൈനറി നമ്പർ തന്നിട്ട് അതിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാലൊക്കെ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓരോ ബൈനറി നമ്പറിനും ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പറാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. 000 എന്ന് പറയുന്നത് ഒക്ടൽ 0 ആണ്.
001 എന്ന് പറയുന്നത് 1 ആണ്. ബൈനറിയിൽ 010 എന്ന് പറയുന്നത് ഒക്ടലിൽ 2 ആണ്. 011 എന്ന് പറയുന്നത് ഒക്ടലിൽ 3 ആണ്. 100 എന്ന് പറയുന്നത് 4 ആണ്. 101 എന്ന് പറയുന്നത് 5 ആണ്. 110 എന്ന് പറയുന്നത് 6 ആണ്. 111 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ ഇത് പഠിച്ചിരിക്കണം. നമുക്ക് കൺവേർഷൻ നോക്കാം. ഷോർട്ട് കട്ട് മെത്തേഡാണ് പറയുന്നത്. ഓക്കെ, ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ ബൈനറി ഒക്ടൽ കൺവേർഷൻ. ഒരു ബൈനറി നമ്പർ തരും, അതിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ കൺവേർട്ട് ദ ഫോളോയിങ് ബൈനറി നമ്പേഴ്സ് ഇൻ ടു ഒക്ടൽ. അപ്പോൾ നമുക്കൊരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബൈനറി നമ്പറിൻ്റെ ബൈനറി പോയിൻ്റ് ആണിത്, ദിസ് വൺ. അപ്പോൾ ആ ബൈനറി പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡാണിത്, ബൈനറി പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡാണിത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ഓഫ് 3 ബിറ്റ്സ് ഉപയോഗിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാണ്. 101. ഓക്കെ, ദിസ് ഇസ് ദ 101. ഓക്കെ, നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, 101 ആണ്. അപ്പോൾ നെക്സ്റ്റ് ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സെയിം ആസ് റൈറ്റ് സൈഡിലും 011 അല്ലേ. അപ്പോൾ 011നെ ഒരു ഗ്രൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ദെൻ 01 ആണ്. അപ്പോൾ 01 3 ബിറ്റ്സ് ആണ് ഒരു ഒക്ടലിനെ നിർണ്ണയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ 0 കൂടി കൊടുത്തു. അപ്പോൾ ഈ ഒരു ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ഭാഗത്ത് ഇവിടെ എത്ര 0 വന്നു കഴിഞ്ഞാലും വാല്യൂ ചേഞ്ചസ് വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഇൻറ്റിജറിൻ്റെ ഈ പാർട്ടിൻ്റെ കേസസിൽ നമ്മുടെ ഈ ഒരു സൈഡിൽ എത്ര 0s വന്നു കഴിഞ്ഞാലും മാറ്റങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത സ്ഥിതിക്ക് 101 എന്ന് പറയുന്നത് ഒക്ടൽ 5 ആണ്. അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പറാണ് നമ്മളവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ 101ന് ഈക്വലൻ്റ് 5 ആണ്. 011ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ 3 ആണ്. 010ന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ 2 ആണ്. അത് നിങ്ങൾക്കിവിടെ കാണാം. 101 ഇസ് 5. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നമുക്ക് എങ്ങനെ എടുത്തെഴുതാം. നമുക്ക് തന്നിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് 101101 ബൈനറി പോയിന്റ് 01101 ടു ദ ബൈനറി ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, ഒക്ടലിൻ്റെ 55 ഒക്ടൽ പോയിന്റ് 32 ടു ദ ബേസ് 8 ആണ്. അപ്പോൾ സെയിം ഏസ് അതുപോലെ തന്നെ നമ്മൾ അടുത്ത പ്രോഗ്രാം ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ഓഫ് എന്താക്കി മാറ്റിയിട്ടുണ്ട്, 3 ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ബൈനറിയിൽ 3 ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 3 ആണ് എടുക്കുക. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, 10 ആണ്. അപ്പോൾ ഇവിടെ 10 എന്ന് വരുന്നതുകൊണ്ട് നമ്മളിവിടെ ഒരു 0 എക്സ്ട്രാ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക്, അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് ആയിരുന്നല്ലോ ഇത്, ബൈനറി പോയിന്റിൻ്റെ ലെഫ്റ്റിലേക്ക് വരുന്ന ഈ ഒരു സൈഡിലേക്ക് നമ്മൾ എത്ര 0 ആഡ് ചെയ്ത് കഴിഞ്ഞാലും വാല്യൂവിൽ ചേഞ്ചസ് വരുന്നില്ല. ബട്ട് ഗ്രൂപ്പ് ഓഫ് 3 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 0നെ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിം ആസ് നമുക്ക് റൈറ്റ് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം, 101 ദാറ്റ് ഈസ് 101 എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ആ നെക്സ്റ്റ് ഗ്രൂപ്പിൽ ഒറ്റൊരു ബിറ്റേ വരുന്നുള്ളൂ. സോ നമ്മളത് 100 3 ബിറ്റ്സ് ആക്കിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ 100 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇക്വലൻ്റ് ആയിട്ട് 101 ഇക്വലൻ്റ് 5 ആണ്, 100 ഇക്വലൻ്റ് 4 ആണ്, 011 ഇക്വലൻ്റ് 3 ആണ്, 001 ഇക്വലൻ്റ് 1 ആണ്, 010 ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് 2 ആണ്. അപ്പോൾ ലാസ്റ്റ് നമ്മളിങ്ങനെ എടുത്ത് എഴുതണം. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്, 1000 1011 ബൈനറി പോയിന്റ് 1011 ടു ദ ബേസ് 2 ഇസ് ഈക്വൽ ടു 213.54 ആണ് ഒക്ടലിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ ബൈനറി ടു ഒക്ടൽ. ഇനി നെക്സ്റ്റ് ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത് ഒക്ടൽ ബൈനറി കൺവേർഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒക്ടൽ ബൈനറി കൺവേർഷൻ എന്ന് പറയുന്നത് ഒരു ഒക്ടൽ നമ്പർ കിട്ടുവാണെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് 3 ബിറ്റ്സ് ഉള്ള ബൈനറി നമ്പർ നമ്മൾ എഴുതിയിരിക്കണം. അപ്പോൾ ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് ഈച്ച് ഒക്ടൽ ഡിജിറ്റൽ ടു എ 3 ഡിജിറ്റ് ബൈനറി നമ്പർ. ഓരോ ഒക്ടൽ ഡിജിറ്റിനെ നമ്മൾ 3 ഡിജിറ്റുള്ള ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, എല്ലാം കൂടെ കമ്പൈൻ ചെയ്യിപ്പിക്കുക, റിസൾട്ടിങ് ബൈനറി ഗ്രൂപ്പ്സ് ഇൻ ടു എ സിംഗിൾ ബൈനറി നമ്പർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു നമ്പർ 456 octal point 123 to the base 8, that is octal. ആ ഒക്ടലിനെ നമുക്ക് ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഒക്ടൽ നമ്പറിനെ നമുക്ക് തന്നിട്ടുള്ള ഈ ഒക്ടൽ നമ്പറിനെ ഞാനിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. 4, 5, 6 octal point, this is the octal point,
ഒക്ടൽ പോയിന്റ് ഉണ്ട്. പിന്നെ ഞാൻ 1 2 3 അപ്പോൾ ഓരോന്നിനും ഈക്വലൻ്റ് ആയിട്ട് 6ന് ഈക്വലൻ്റ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി നമ്പർ എന്ന് പറയുന്നത് 110 ആണ്. 5ന് ഈക്വലൻ്റ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി നമ്പർ എന്ന് പറയുന്നത് 101 ആണ്. 4ന് ഈക്വലൻ്റ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. 1ന് ഈക്വലൻ്റ് ആയിട്ടുള്ള 1ന് ഈക്വലൻ്റ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി എന്ന് പറയുന്നത് 001 ആണ്. 2ന് ഈക്വലൻ്റ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി എന്ന് പറയുന്നത് 010 ആണ്. 3ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി എന്ന് പറയുന്നത് 011 ആണ്. അപ്പോൾ 4 5 6 ഒക്ടൽ പോയിന്റ് 1 2 3 ടു ദ ബേസ് 8 ഈസ് ഈക്വൽ ടു നമുക്ക് ഇത് ഈ ഒരു കിട്ടിയിട്ടുള്ളതിനൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ എന്ത് ചെയ്യുക 100 നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. Then after 101 എഴുതിയിട്ടുണ്ട്, that is 101. Then after 110 എഴുതിയിട്ടുണ്ട്, പോയിന്റ് ബൈനറി പോയിന്റ് 0 0 0 1, that is 001. 010, that is 010. 011 then 011 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്. പിന്നെ അനദർ എക്സാമ്പിൾ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഒക്ടൽ നമ്പർ തന്നിട്ടുള്ള ഒക്ടൽ നമ്പർ 365 ഒക്ടൽ പോയിന്റ് 123 ആണ്. അതിൻ്റെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഞാൻ അത് എഴുതിയിട്ടുണ്ട് 365 1.123. അപ്പോൾ ഓരോന്നിനും ഈക്വലൻ്റ് ആയിട്ടുള്ള 3 ബിറ്റ് ബൈനറി നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. 5 ഈക്വലൻ്റ് 101 ആണ്. അപ്പോൾ ഓരോന്നും ലാസ്റ്റ് എന്ത് ചെയ്യണം, എല്ലാം കൂടെ കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് എഴുതാണ് ചെയ്തിട്ടുള്ളത്. 011 then 011. ഓക്കെ, 110 then 110 then 101, that is 101, and 001, that is 001, and 010, that is 010, then 011, that is 011. ഓക്കെ, ഇങ്ങനെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒക്ടലിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ ബൈനറി ഹെക്സാഡെസിമൽ കൺവേർഷൻ ആണ്. അപ്പോൾ ഒരു ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റും ഉപയോഗിക്കുന്നുണ്ട്. A മുതൽ F വരെയുള്ള ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ടോട്ടൽ 16 ഡിഫറെൻ്റ് സിമ്പിൾസ് അല്ലേ അത് ഉപയോഗിക്കുന്നുണ്ട് ഹെക്സാഡെസിമൽ. സോ 4 ബിറ്റ് ബൈനറി നമ്പർ is used to represent a hexadecimal. അപ്പോൾ ഹെക്സാഡെസിമൽ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ബൈനറി ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 4 ബിറ്റ് ആവശ്യമാണ്. ഓക്കെ, ഒക്ടലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് 3 ബിറ്റ് ആണ് മാക്സിമം ആവശ്യം. ഹെക്സാഡെസിമലിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് 4 ബിറ്റ് വേണം. ഓക്കെ, ബൈനറിയിൽ എത്ര വേണം? 4 ബിറ്റ് വേണം. The following steps are used beginning at the binary point. അപ്പോൾ നിങ്ങൾക്കൊരു ബൈനറി നമ്പർ തന്നിരിക്കും, അതിനെ നമുക്ക് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ ഷോർട്ട് കട്ടാണ് പറയുന്നത്. ബിഗിനിങ് അറ്റ് ദ ബൈനറി പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഡിവൈഡ് ദ ഗിവൺ ബൈനറി ഡിജിറ്റ്സ് ഇൻറ്റു ഗ്രൂപ്പ് ഓഫ് 4 ബിറ്റ്സ്. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഹെക്സാഡെസിമൽ ആയതുകൊണ്ടാണ് 4 ബിറ്റ്സിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഒക്ടലാണെങ്കിൽ 3 ബിറ്റ്സ് മതിയായിരുന്നു അല്ലേ. കൺവേർട്ട് ഈച്ച് ഗ്രൂപ്പ് ഓഫ് 4 ബൈനറി ഡിജിറ്റ്സ് ഇൻറ്റു 1 ഹെക്സാഡെസിമൽ ഡിജിറ്റ്. ഇങ്ങനെയുള്ള 4 ബൈനറി ഡിജിറ്റ്സിനെ നമ്മൾ 1 ഹെക്സാഡെസിമൽ ഡിജിറ്റിലേക്ക് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് അറിയണം. അതാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബൈനറിയിൽ 000 അല്ലേ, 4 ബിറ്റ് ബൈനറിയാണ് യൂസ് ചെയ്യുന്നത്. 0നെ റെപ്രസെൻറ്റ് ചെയ്യാം, ഹെക്സാഡെസിമൽ 0നെ. 1നെ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്താണ്? 001, 4 ബിറ്റ്സ് 1 ഉപയോഗിക്കണം. ദാറ്റ് ഈസ് ഹെക്സാഡെസിമലിലെ 1 ആണ്. 0010 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. പിന്നെ 0011 എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ 0100 എന്ന് പറയുന്നത് 4 ആണ്. ദെൻ 0101 എന്ന് പറയുന്നത് 5 ആണ്. then 0110 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, 0111 എന്ന് പറയുന്നത് 7 ആണ്. 1000 എന്ന് പറയുന്നത് 8 ആണ്. 1001 എന്ന് പറയുന്നത് 9 ആണ്. 1010 എന്ന് പറയുന്നത് A ആണ്. നമ്മൾ ഹെക്സാഡെസിമലിൽ A ആണ് ഉപയോഗിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളെ ഡെസിമലിലെ 10ന് ഈക്വൽ ആണ്. നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതണ്ട, 10 11 12 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നോട്ട് എഴുതുന്ന സമയത്ത് ഇത് എഴുതണ്ട. എന്ത് എഴുതിയാൽ മതി? A B C D E F. അപ്പോൾ 1011 എന്നത് B ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു 4 ബിറ്റ് ബൈനറി ആവശ്യമാണ് ഒരു ഹെക്സാഡെസിമൽ ഡിജിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ.
അപ്പോൾ എക്സാമ്പിൾ, നമുക്കൊരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ആ ഒരു ബൈനറി നമ്പറിനെ നമുക്ക് ഹെക്സാഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈനറി പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ഒന്നിൻ്റെ അകത്ത് 4 ബിറ്റ്സേ വരാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 ബാക്കി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു ഭാഗത്ത് 2 0, നമുക്ക് 0 എത്ര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 4 ബിറ്റ്സ് ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറും. അങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 0 0 1, ഇത് 1 0 1 1 1 1 1 1 എന്നാണ് എഴുതിയിട്ടുള്ളത്. ദെൻ 0 0 1 0. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് 0 0 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എ ആണ് ഹെക്സാഡെസിമലിലേക്ക്. 1 0 1 0 എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമലിലെ ബി ആണ്. 1 1 1 1 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിലെ എഫ് ആണ്. 0 0 1 0 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിലെ 2 ആണ്. ദെൻ ഇവിടെ 1 1 1 1 എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 0 കൂടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 1 0 0 എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിൽ സി ആണ്. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ബൈനറിനെ ഹെക്സലിലേക്ക് കൺവേർട്ട് ചെയ്ത് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 1 A F 2 hexadecimal point Z to the base 16 എന്ന് നമുക്ക് കിട്ടും. ദിസ് ഇസ് ദ ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ കൺവേർട്ടിംഗ് ബൈനറി ടു ഹെക്സാഡെസിമൽ. ആ സെയിം പ്രൊസീജിയറിൽ തന്നെയാണ് നമ്മളിവിടെ രണ്ടാമത് വേറൊരു എക്സാമ്പിൾ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൈനറി നമ്പറിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പർ, ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പറാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് D3 ഹെക്സാഡെസിമൽ പോയിന്റ് 9B8 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഷോർട്ട് കട്ട് മെത്തേഡ് ഫോർ ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ എന്നൊരു ഹെക്സാഡെസിമൽ നമുക്ക് ഡിജിറ്റ് ലഭിക്കുകയാണെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് ബൈനറി നമ്പർ നമ്മൾ എഴുതണം. ആ ബൈനറി നമ്പറിൻ്റെ അകത്ത് 4 ബിറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് ഹെക്സാഡെസിമൽ ഡിജിറ്റ്സ് ഇൻറ്റു 4 ഡിജിറ്റ് ബൈനറി നമ്പർ. അതാണ് ഇമ്പോർട്ടൻറ്റ്. 4 ഡിജിറ്റ് ബൈനറി നമ്പറിലേക്ക് തന്നെ കൺവേർട്ട്, 4 ബിറ്റ് ബൈനറി നമ്പറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൺവേർട്ട് ചെയ്തിരിക്കണം. കമ്പൈൻ ഓൾ ദ റിസൾട്ടിങ് ബൈനറി ഗ്രൂപ്പ്സ് ഇൻറ്റു, നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യിപ്പിക്കുക. ഓക്കെ, എല്ലാത്തിനെയും കമ്പൈൻ ചെയ്യിപ്പിക്കുക. കമ്പൈൻ ഓൾ ദ റിസൾട്ടിങ് ബൈനറി ഗ്രൂപ്പ്സ് ഇൻറ്റു എ സിംഗിൾ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം പഠിക്കാൻ വന്നത് ഷോർട്ട് കട്ട് മെത്തേഡാണ്. ഒരു ഹെക്സാഡെസിമൽ നമ്പർ തന്നാൽ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ BAD, ബാഡ് അല്ലേ, BAD. പിന്നെ പോയിന്റ് FACE ടു ദ ബേസ് എന്താണ് 16, ദാറ്റ് ഈസ് ഹെക്സാഡെസിമൽ. അത് നമുക്ക് ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് BAD ഹെക്സാഡെസിമൽ പോയിന്റ്. ഇവിടെ ഹെക്സാഡെസിമൽ പോയിന്റ് ഉണ്ട്, പിന്നെ FACE എന്നുണ്ട്. അപ്പോൾ ബിക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് 1011 ആയി, എക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് 1010, ഡിക്ക് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് 1101 ആണ്, എഫിന് ഇക്വലൻ്റ് ആയിട്ട് വരുന്നത് 1111 ആണ്, എക്ക് 1010. അപ്പോൾ ഓരോന്നിനും ഇക്വലൻ്റ് ആയിട്ടുള്ള 4 ബിറ്റ് ബൈനറി നമ്പർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് പിന്നീട് നമ്മൾ എന്താണ് BAD ഹെക്സാഡെസിമൽ പോയിന്റ് FACE ഇസ് ഈക്വൽ ടു എന്താ വരിക, ഇത് മുഴുവനും നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് എഴുതാം. ഇത് മുഴുവനും എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് എഴുതാനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഹെക്സാഡെസിമലിൻ്റെ പോയിന്റിൻ്റെ വരെയുള്ള ഭാഗങ്ങൾ 1011 1010 1101, ദെൻ പോയിന്റ് 1111 1010 1100 1111 അങ്ങനെ ആക്കിയിട്ട് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് ഹെക്സാഡെസിമൽ ടു 4 ബിറ്റ് ബൈനറി നമ്പർ ഷോർട്ട് കട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡും അതേപോലെ തന്നെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കമ്പ്യൂട്ടർ കോഡ്സ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.